പക്ഷെ അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് കേട്ടോ. വിഷു സമ്മാനമായിട്ട്, വിഷു കൈനീട്ടമായിട്ട് നമ്മുടെ അഞ്ജലിക്ക് എന്തായിരിക്കും നമ്മുടെ അർജുൻ കൊടുക്കാനായിട്ട് പോകുന്നത്? അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്ന് വന്ന വീക്കിന്റെ പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കാട്ടി എന്ന് അവകാശപ്പെടാനുള്ള ഒരു പ്രൊമോ അല്ല. പക്ഷെ എന്താ പറയാ, ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രൊമോയിൽ കാട്ടുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഈ അടുത്ത ആഴ്ച വിഷുവുമായി ബന്ധപ്പെട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളും കൂടി ഉണ്ട് കേട്ടോ. കാരണം അർജുൻ അഞ്ജലി ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരു വലിയൊരു ട്വിസ്റ്റ്, ഒരു വലിയൊരു സമ്മാനം അഞ്ജലിക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതെന്താണ് എന്നൊരു ഏകദേശ ഐഡിയ എൻ്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീക്കിന്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ പ്രധാന സംഭവങ്ങളെ പറ്റി പറയാം ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പൊ നിങ്ങൾ ഇന്ന എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് എപ്പിസോഡില് പത്മയെ ഹാജരാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഹരിയും ശിങ്കിടികളും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ പത്മ മിസ്സിംഗ് ആണ്, ഒരിക്കലും ഹാജരാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ പത്മ ഹാജരായപ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു ഹരിയും ശിങ്കിടികളും കാർത്തികും എല്ലാവരും കേട്ടോ. അപ്പോ കോടതി വളരെ അനുകൂലമായൊരു നിലപാടാണ് കേട്ടോ പത്മ കേസിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം പത്മയെ എന്തൊക്കെ തെളിവുകൾ ഈ രാഘവനുണ്ണി ഇല്ലാതാക്കുവാൻ നോക്കിയാലും ഏറ്റവും അവസാനം ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പത്മയുടെ മൊഴി തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരി അതിജീവിതയാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന മൊഴിക്കാണ് ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു, ഇപ്പൊ ഹാർഡ് ഡിസ്ക് ഇല്ലാതാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും പത്മ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം പത്മ പറയുന്ന വാക്കിനാണ് കോടതിയിൽ വില. ശരിയും പറഞ്ഞു കഴിഞ്ഞാല് ഏത് തെളിവുകൾ ഇല്ലാതാക്കി കളഞ്ഞാലും പത്മ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. കാരണം കോടതി നിയമങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പത്മയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് രാഘവനുണ്ണിയും അതുപോലെ കുറുപ്പും കാർത്തിക കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം അതിൽ നിന്ന് പലവട്ടം പത്മ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ പത്മ കുറച്ച് നാളുകളായിട്ട് മിസ്സിങ് ആയിട്ടിരുന്നത് അർജുന്റെ കൈകളിലായിരുന്നു പത്മ ഉണ്ടായിരുന്നത്. കാരണം പത്മയെ രക്ഷപ്പെടുത്തിയിട്ട് അർജുൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം പത്മ പുറത്തിറങ്ങിയ ആ നിമിഷം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പാഞ്ഞു നടക്കുന്ന ഗുണ്ടകളാണ് ചുറ്റും അല്ലെ. അപ്പൊ ഇന്ന് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പത്മ കോടതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ കോടതിയിലെ ജഡ്ജിക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പല കാര്യങ്ങളും പത്മയെ അഞ്ജലിയെ സ്ഥാപിക്കാൻ നോക്കുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്നും ഈ പത്മയെ അഞ്ജലിയെ ഇല്ലാതാക്കുവാനായിട്ട് ഈ കാർത്തികിന്റെ ഗുണ്ടകളൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ഏകദേശം ഇപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അഞ്ജലി പറഞ്ഞു നമ്മുടെ പത്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം അടുത്ത സിറ്റിങ്ങിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജഡ്ജ് അംഗീകരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞു അടുത്ത സിറ്റിങ്ങിൽ പത്മയുടെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്താമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തരകനെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് വ്യാജമാണെന്ന് ഇപ്പൊ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. കാരണം ജാഫർ കോടതിയിൽ വന്ന് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുമുണ്ട് അല്ലെ. അപ്പം അതിനു വേണ്ടിയിട്ട് തരകൻ അടുത്ത സിറ്റിങ്ങിൽ ഹാജരാകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും വളരെ അനുകൂലമായൊരു ഒരു ഒരു കാഴ്ചപ്പാടാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് അഞ്ജലിക്കും പത്മയ്ക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കോടതി മുറികളുടെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഇന്ന്. പിന്നെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ പതിവ് പോലെ അമ്മായിയുടെ അടുത്തേക്ക് ആര്യനെ ഇങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നു. അത് വീട്ടിലേക്ക് തിരിച്ച് അഞ്ജലി എത്തുമ്പോൾ നമുക്കറിയാം ആര്യക്ക് അച്ഛനെ കാണാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാരണം കേസ് മാറ്റി വെക്കപ്പെട്ടു. അങ്ങനെ വളരെ വിഷമിച്ചാണ് ആര്യ ഉള്ളത് കേട്ടോ. അപ്പൊ ആര്യനെയും കൊണ്ട് അഞ്ജലി വീട്ടിലെത്തുമ്പോൾ അവിടെ കാത്ത് അമ്മായി ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് കട്ട സീനുകളൊക്കെ ഉണ്ടാവും. അമ്മായിക്ക് അറിയാലോ എന്തൊക്കെ കിടന്ന് പറയ പുലമ്പ നമുക്കറിയാലോ. അമ്മായി അപ്പൊ അതും ഇതൊക്കെ കിടന്ന് പറയും അഞ്ജലി ഈ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതും ഇതും സംഭവങ്ങൾ സീനുകളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ന് എപ്പിസോഡിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ അപ്പൊ തുറന്നടിക്കുകയാണ് അമ്മായിയോട്. ആരും ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ
എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയതാണ്, ആരും എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല, എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേനും ശരിക്കും ഞാൻ ഷോക്കഡായി പോകും കേട്ടോ. അപ്പൊ അച്ഛനെ അറിയാതെ ആര്യയുടെ കല്യാണം നടത്താം എന്ന് കേട്ടോ പുള്ളിക്കാരി പല ലക്ഷ്യങ്ങളും മുമ്പിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ അച്ഛനെ കാണാനാണ് പോയത് എന്ന് കേട്ടപ്പോൾ ബലൂണിൽ കാറ്റ് ഊതി വിട്ടതുപോലെ പുള്ളിക്കാരി ഇങ്ങനെ ചുരുങ്ങിപ്പോയി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും വീക്കിന്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പൊ വീക്കിന്റെ പ്രൊമോയിൽ ആദ്യം കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് അഭിയും അനുപമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. അഭിക്ക് ഒരു രീതിയിലും അനുപമയായിട്ട് ഒത്തുപോകാനായിട്ട് പറ്റുന്നില്ല. അതിനു പുറമെ അഞ്ജലി സ്നേഹിക്കുന്ന അർജുനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുന്ന അഭിയെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതുമാണ് അല്ലെ. അപ്പൊ അഭിയും അനുപമയും തമ്മിൽ ഇഷ്യൂസ് വലിയ രീതിയിൽ പൊട്ടിത്തെറികള് ശംഖുചക്രം തറവാട്ടിൽ ഉണ്ടാകുകയാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പക്ഷെ ഗതികെട്ട അവസാനം അഭി രാഘവനുണ്ണിയുടെ പറയുകയാണ്, എന്നെ എങ്ങനെയൊന്ന് രക്ഷിക്കച്ച, എന്നെ ഒന്ന് ഒരു ഡിവോഴ്സ് വാങ്ങി തരണം ഇവളിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് കേട്ടോ രാഘവനുണ്ണിയെ. അനുപമയും അഭിയും തമ്മിൽ ഒരു രീതിയിലും ഒത്തുപോകില്ല എന്നൊക്കെ ഏകദേശം ഇപ്പൊ ഈ രാഘവനുണ്ണിക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ പ്രൊമയിൽ പറയുന്ന പോലെ ഈ അനുപമയ്ക്കെതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ അനുപമ അഭി ബന്ധം വേർപെടുത്താം എന്ന് പുള്ളി ചിന്തിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പന്മ കേസ് വന്നപ്പോഴാണെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഈ രാഘവനുണ്ണിക്ക് അനുകൂലമായ പല സംഭവങ്ങളും തെളിവുകളും എല്ലാം വേറെ ആരെക്കാളും എടുത്തു കൊടുത്തിട്ടുള്ളത് അനുപമയാണ് അല്ലെ. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും അനുപമയെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പം അതങ്ങനെ നടക്കുന്നു. പക്ഷെ വേറൊരു വലിയൊരു സംഭവം ഉണ്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. രാഘവനുണ്ണി ഇപ്പൊ ഹരിയൊക്കെ തിരിച്ച് വീട്ടിൽ ശംഖചക്രത്തിൽ എത്തുക കഴിയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ രാഘവനുണ്ണി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ തെളിവുകളെല്ലാം, അതുപോലെ തന്നെ ഈ തെളിവുകൾ മാത്രമല്ല, ഈ പന്മയെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അത് ഈ ശംഖചക്രം തറവാട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. ഒരു പക്ഷെ ഇത് അർജുനാണ് എന്നുള്ള സത്യത്തിലേക്ക് രാഘവനുണ്ണി എത്താൻ പോവുകയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു വാക്കും രാഘവനുണ്ണി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പൊ അടുത്ത ആഴ്ച എപ്പിസോഡിൽ ഒരു പക്ഷെ ഈ നമ്മുടെ അഞ്ജലിക്കുട്ടിയെ സഹായിച്ചത് അർജുനാണെന്നുള്ള സത്യം രാഘവനുണ്ണി തിരിച്ചറിയുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവം അങ്ങനെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും വീക്കിന്റെ പ്രൊമോയില് വേറൊരു സംഭവം വിഷു ആയി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ കാട്ടി കേട്ടോ. അപ്പൊ അർജുൻ വന്ന് നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെയും കുടുംബത്തിന്റെയും കൂടെ വിഷു ഒക്കെ ആഘോഷിക്കുന്ന വളരെ പ്രണയം നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു സീനുകളൊക്കെ കാട്ടി കേട്ടോ. പക്ഷെ അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് കേട്ടോ. വിഷു സമ്മാനമായിട്ട്, വിഷു കൈനീട്ടമായിട്ട് നമ്മുടെ അഞ്ജലിക്ക് എന്തായിരിക്കും നമ്മുടെ അർജുൻ കൊടുക്കാനായിട്ട് പോകുന്നത്? അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാണ്. അപ്പോൾ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം എനിക്ക് തോന്നിയത് അഞ്ജലിയുടെ സ്കൂട്ടറിന്റെ കീ ആയിരിക്കും കൊടുക്കുന്നത് എന്നാട്ടോ എനിക്ക് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഇപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു സംഭവങ്ങളിൽ ഒന്ന് അച്ഛൻ സമ്മാനിച്ച സ്കൂട്ടർ തന്നെയാണ്. അപ്പോൾ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ അഞ്ജലി, അതായത് ഒരാൾ സമ്മാനം എനിക്ക് വേണമല്ലോ തനിക്ക് തരാനായിട്ട് പറയുകയാണെങ്കിൽ അഞ്ജലി പറയാൻ പോവുക ആ സ്കൂട്ടർ വേണമെന്ന് തന്നെയായിരിക്കും കേട്ടോ. അത്രയധികം മിസ് ചെയ്യുന്നുണ്ട്. അഞ്ജലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്രയും ഇഴുകിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ സ്കൂട്ടർ. അപ്പോൾ വിഷു സമ്മാനമായിട്ട്, വിഷു കൈനീട്ടമായിട്ട് മിക്കവാറും കൊടുക്കാനായിട്ട് അർജുൻ പോകുന്നത് ആ സ്കൂട്ടർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാം കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് വീക്കിന്റെ പ്രൊമോ വന്നിട്ടുള്ളത്. വേറെ അധികം സീനുകളൊന്നും വീക്കിന്റെ പ്രൊമോയിൽ കാട്ടിയിട്ടില്ല. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അനുപമ അഭിലാഷ് ഇഷ്യൂസ് ഒക്കെ, പിന്നെ ഈ സീന് അർജുൻ അഞ്ജലി സീനുകൾ, ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എന്താണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. കാത്തിരിക്കാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ടേക്ക് കെയർ. ബൈ ബൈ.